പ്രഭാഷണം തുടരാണ്ട. അതായത് അത് പാപങ്ങളല്ലേ, പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. ആ കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നു. അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് എന്തിനാ എതിർക്കുന്നത്? അതിനെ എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ അവർക്ക് ദിനംപ്രതി 369 രൂപയാണ്. അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റാണ്. നിങ്ങളത് കേന്ദ്ര ഗവൺമെന്റിനോടല്ലേ പറയേണ്ടത്? ഇത് വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം വേതനം കൊടുക്കണം. ആ മിനിമം വേതനം കൊടുക്കേണ്ടത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്, കേന്ദ്ര ഗവൺമെന്റാണ്. അത് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാതെ ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവര് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അവര് ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനം, സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിലിന്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. അത് കാലോചിതമായി പരിഷ്കരിപ്പിക്കുന്നതാണ്. ആ ഒരു നടപടി എന്തിനാ വിമർശിക്കുന്നത്? എന്ത് കാര്യത്തിനാ? ഇത്തരം വിമർശനങ്ങൾ വന്നാൽ ഒരു ഗവൺമെന്റ് എന്താ ചെയ്യാ? അതിൻ്റെ അകത്ത് ഇടപെടുകയല്ലേ ചെയ്യാ? എന്തിനാ ഈ ദ്രോഹം ചെയ്യുന്നത്? ഈ ജയിലിലുള്ളവർക്ക് മറ്റേ പൈസ കൂട്ടി അറിഞ്ഞാണല്ലോ എല്ലാവരും. ന്യായങ്ങൾ പാവങ്ങളല്ലേ എന്നാ പറയണവര്. ശരിയാണല്ലേ, പാവങ്ങളായിരിക്കട്ടോ. ചിലപ്പോൾ ഈ നമ്മുടെ നാടായതുകൊണ്ട് കള്ളക്കേസിൽ കുടുക്കിയിട്ട് ജയിലിട്ടവരുണ്ട്. അവരൊക്കെ പാവങ്ങളായിരിക്കും. പിന്നെ ഈ കൊലപാതകമൊക്കെ ചെയ്ത് നേരിട്ട് കണ്ടിട്ടും ഒക്കെ ഉള്ള ആൾക്കാരെ നമുക്കറിയാലോ. ഞാൻ പറഞ്ഞു ഇവരെയൊക്കെ പുറത്തിറക്കി വിട്ടിട്ട് സ്വാതന്ത്ര്യമായിട്ട് പണിയെടുത്ത് ജീവിക്കട്ടെ പുറത്ത്. പിന്നെ നമ്മൾ ഈ വോട്ട് ചെയ്തവരെയൊക്കെ പിടിച്ച് അകത്ത് വിട്ടെ. അല്ലാണ്ട് ഇപ്പൊ ഇതിനൊക്കെ എന്നെ പറയണേ. പിന്നെ ഈ തൊഴിലുറപ്പിന്റെ വേതനം കേന്ദ്രം ആണെന്ന് പറയുന്നു. ഈ ആശാ വർക്കറുടെയൊക്കെ വേതനം കേന്ദ്രം തന്നെയാണോ? എനിക്കറിയില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആണെങ്കിൽ തന്നെ നിങ്ങൾക്കൊക്കെ ഒന്ന് സമ്മർദ്ദം ചെലുത്താൻ പാടില്ല ഇവരുടെയൊക്കെ വേതനം കൂട്ടാൻ. ജയിലിലെ വേതനം കൂട്ടി എന്ന് പറയുമ്പം അവരുടെ സോപ്പും ചീപ്പും കണ്ണാടിയൊക്കെ മേടിക്കാനാണ് നമ്മുടെ ഈ അദ്ദേഹം പറഞ്ഞ കേട്ടോ. എന്തായാലും നല്ല രസമല്ലേ? പണിയെടുക്കണവർക്ക് കൂലി ഇല്ല, ജയിലിൽ കിടക്കണവർക്ക് കൂലി കൂട്ടി. ഇതാണ്, അതായത് ഇറങ്ങിപ്പോണതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വിളിച്ച് പറയണ്ടേന്ന് ഓർത്ത് പറയണത് മാത്രമേ ഉള്ളൂ. കാര്യമാക്കണ്ട.